ഏലപ്പാറ ഹെലിബറിയ ടീ കമ്പനി ഉടമകൾ അകാരണമായി അടച്ചുപൂട്ടിയ നടപടിയിൽ വ്യാപക പ്രതിഷേധം. തൊഴിലാളികൾക്ക് ലഭിക്കുവാനുള്ള PF ശമ്പളം തുടങ്ങിയവ മാനേജ്മെന്റിനോട് ചോദിച്ച നടപടിയെ തുടർന്നാണ് തോട്ടം അകാരണമായി അടച്ചുപൂട്ടിയത് എന്നാണ് തൊഴിലാളികൾ പറയുന്നത്. സംഭവത്തിൽ പ്രതിഷേധമുയർത്തി വിവിധ തൊഴിലാളി യൂണിയനുകളടക്കം രംഗത്ത് വന്നു കഴിഞ്ഞു. 4 മാസത്തെ ശമ്പളം തൊഴിലാളികൾക്ക് നൽകുവാനുണ്ട്. ഇതുകൂടാതെ തൊഴിലാളികളുടെ ശമ്പളത്തിൽ നിന്നും പിടിച്ച PF അടയ്ക്കാതെ വന്നതും തൊഴിലാളികൾ മാനേജ്മെന്റിനോട് ചോദിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് അകാരണമായി സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണം ചൂണ്ടിക്കാട്ടി തോട്ടം ഉടമകൾ തോട്ടം അടച്ചുപൂട്ടിയത്. ഇതോടെ പ്രതിസന്ധിയിലായിരിക്കുകയാണ് തൊഴിലാളികൾ. പക്ഷേങ്കിൽ ഞങ്ങൾക്ക് 2 മാസമായിട്ട് ഞങ്ങൾക്ക് ശമ്പളം തന്നിട്ടില്ല. 74 മാസത്തെ PF ഞങ്ങൾക്ക് അടയ്ക്കാനുണ്ട്. ഞങ്ങളുടെ പിള്ളേരുടെ കാര്യങ്ങൾക്ക് വിവാഹത്തിനോ ഞങ്ങളുടെ വീട് വെച്ചിനോ ഞങ്ങൾക്ക് പോയാൽ ഞങ്ങൾക്കതിന് ഒരു രീതി ഞങ്ങൾക്ക് ലഭിക്കാത്ത ഒരു സാഹചര്യമാണ് ഞങ്ങളുടെ എസ്റ്റേറ്റ് മാനേജ്മെൻറ്റ് നടത്തുന്നത്. അതോടൊപ്പം ഞങ്ങൾക്ക് ചെയ്യാനുള്ളത് ഞങ്ങളുടെ തോട്ടം തൊഴിലാളി എന്ന് പറയുന്നത് എല്ലാ മൈക്രോ ഫൈനാൻസ് ബാങ്കുകളിൽ നിന്ന് ലോൺ എടുത്ത വ്യക്തികളാണ് എല്ലാവരും പിള്ളേരെ പഠിപ്പിക്കാൻ വിദ്യാഭ്യാസത്തിനും മറ്റുള്ള കാര്യങ്ങൾക്ക് ചികിത്സാ കാര്യങ്ങൾക്കെല്ലാം വിദ്യാഭ്യാസങ്ങൾക്കെല്ലാം ലോൺ എടുത്ത ഒരു സാഹചര്യമുണ്ട് ഈ തോട്ടം മേഖലയിൽ. അപ്പോൾ അവർക്ക് ഇത് തിരിച്ചടയ്ക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഈ തോട്ടം അടച്ചതിൻ്റെ പേരിൽ ഭയങ്കരമായിട്ട് ഞങ്ങൾ ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണ്. ഞങ്ങളുടെ മക്കളുടെ ആഹാരത്തിന് പോലും വഴിയില്ലാത്ത ഒത്തിരി ജനങ്ങൾ ഞങ്ങളുടെ ഈ തോട്ടം മേഖലയിലുണ്ട്. ശമ്പളം പോലും കൃത്യമായി ലഭിക്കുന്നില്ല. ഇതോടൊപ്പം തങ്ങളുടെ ശമ്പളത്തിൽ നിന്നും പിടിക്കുന്ന PF തുകയും കൃത്യമായി അടയ്ക്കാതെ കമ്പനി തങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനമാണ് സ്വീകരിക്കുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾ എസ്റ്റേറ്റിലെ ജീവനക്കാരാണ്. ഞങ്ങൾ സ്ഥിരം വർക്കേഴ്സാണ് ഇവിടുത്തെ തൊഴിലാളികൾ. ഞങ്ങൾ ഈ ശമ്പളങ്ങൾ ജോലി ചെയ്യുന്ന 4 മാസത്തോളമായി ഞങ്ങളുടെ കുടിശ്ശിക ശമ്പളം ചോദിക്കുന്നത്. ഞങ്ങൾ ജോലി ചെയ്യുന്ന ശമ്പളം ചോദിച്ചാൽ ഉടനെ തന്നെ ഇവിടെ സ്ഥിരം ഇതൊരു പരിപാടി 3-4 പ്രാവശ്യമായി ലോക്കൗട്ട് ചെയ്ത് ഇങ്ങനെ ഞങ്ങളെ പട്ടിണി തലത്തിലാക്കിയിരിക്കുന്നു. ഞങ്ങൾ മാത്രമല്ല ഇതര സംസ്ഥാന തൊഴിലാളികൾ 10-200 പേരോളം ഞങ്ങളുടെ കൂട്ടത്തിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളുണ്ട്. അവരും പട്ടിണിക്കളത്തിലാണ് അവരിയ്ക്കുന്നത്. സ്ഥിരമായി ഇവിടെ താമസിക്കാൻ സൗകര്യം ഉണ്ടെങ്കിലും ചെവനേരെ വീട് സൗകര്യം പോലും ഇല്ലാതെ ലയങ്ങളെല്ലാം ചോർച്ചയും കാര്യങ്ങളൊക്കെയാണ്. എല്ലാവരും പട്ടിണി തലത്തിലാണ് ഇപ്പോൾ ജീവിക്കുന്നത്. ഇപ്പോൾ ഓരോ സ്ഥലങ്ങളിൽ പോയി ഏലക്കാട്ടിൽ ജോലി ചെയ്താണ് ഇപ്പോൾ അവർ ഈ ദിവസങ്ങളിൽ ജീവിക്കേണ്ട ഗതികേടാവുന്നത്. ശമ്പളം ചോദിച്ചാൽ സ്ഥിരം ഇതൊരു ഭീഷണിയായിട്ട് എസ്റ്റേറ്റ് അടച്ചിട്ട് ഇവരിതൊരു സ്ഥിരം പരിപാടിയായിട്ട് തീർത്തിരിക്കുക. നിലവിൽ ഈ തോട്ടത്തിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നത്. മക്കളുടെ പഠനം, വിവാഹ ചെലവ് അടക്കം പ്രതിസന്ധിയിലാണ്. ഈ സാഹചര്യത്തിലാണ് ധിക്കാരപരമായ നടപടിയുമായി മാനേജ്മെന്റ് മുന്നോട്ട് പോകുന്നത്. തൊഴിലാളികൾക്ക് അനുകൂലമായ നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട പ്രദേശത്തെ ട്രേഡ് യൂണിയനുകളും രംഗത്ത് എത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ തൊഴിലാളികളുടെ പ്രൊവിഡന്റ് ഫണ്ട് അവരുടെ ശമ്പളത്തിൽ പിടിച്ചതാണ്. ഞങ്ങൾ കോട്ടയം ഓഫീസിൽ അന്വേഷിച്ചു, PF ഓഫീസിൽ അന്വേഷിച്ചു. ആ പിടിച്ച പൈസ PF ഓഫീസിൽ അടച്ചിട്ടില്ല. അവരുടെ മക്കളുടെ കല്യാണത്തിന് എങ്ങനെ PF ലോൺ എടുക്കും? വീട് വെക്കാൻ എങ്ങനെ ലോൺ എടുക്കും? പിള്ളേരെ പഠിപ്പിക്കാൻ എങ്ങനെ ലോൺ എടുക്കും? ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയാണ്. ഇവിടെ കാർഷിക വികസന ബാങ്കിൽ നിന്ന് ഞങ്ങൾ തൊഴിലാളിക്ക് ലോൺ കൊടുത്തിട്ടുണ്ട്. ആ ലോൺ തൊഴിലാളിയുടെ ശമ്പളത്തിൽ പിടിച്ച് കാർഷിക വികസന ബാങ്കിൽ മാനേജ്മെൻറ്റ് അടയ്ക്കണം. ശമ്പളത്തിൽ പിടിച്ചു, പക്ഷേ അടച്ചിട്ടില്ല. തൊഴിലാളിയുടെ പേരിലാണ് ലോൺ അടയ്ക്കുന്നത്. അതിപ്പോൾ ജപ്തി നടപടിയിലേക്ക് വരാൻ പോവുകയാണ്. തൊഴിലാളികൾക്ക് കേരളത്തിൽ ഒരു ബാങ്കിൽ നിന്ന് ഒരു പൈസ പോലും ലോൺ കിട്ടാത്ത പരുവത്തിൽ അവരുടെ സിവിൽ സ്കോർ തന്നെ ഇല്ലാതെയാകുന്ന പണിയാണ് അവരോട് ചെയ്തു വെച്ചിട്ടുള്ളത്. ഓഗസ്റ്റ് മാസം 6-ാം തീയതി രാത്രി 8 മണിക്ക് തോട്ടം മാനേജ്മെന്റ് തോട്ടം ലോക്കൗട്ട് ചെയ്തതായി പ്രഖ്യാപിക്കുകയും തോട്ടം ഉപേക്ഷിച്ച് നാട്ടിൽ നിന്ന് പോകുകയും ചെയ്തു. പ്രൊവിഡന്റ് ഫണ്ട് 56 മാസത്തെ കുടിശ്ശിക വരുത്തിയാണ് മാനേജ്മെന്റ് തോട്ടം ഉപേക്ഷിച്ചത്. തോട്ടത്തിന്റെ വൈദ്യുതി ബില്ലും കുടിശ്ശിക വരുത്തിയിട്ടുണ്ട്. 400-ലധികം തൊഴിലാളികളാണ് ഇപ്പോൾ പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ 100-ലധികം തൊഴിലാളികളും ഈ തോട്ടത്തിൽ പണിയെടുത്തു വരുന്നുണ്ട്. ഇവരുടെ ജീവിതവും ഇപ്പോൾ അവതാളത്തിലായി മാറിയിരിക്കുകയാണ്. മനുഷ്യാവകാശ കമ്മീഷനും ബാലാവകാശ കമ്മീഷനും തോട്ടം സന്ദർശിക്കുവാൻ തയ്യാറാകണമെന്ന ആവശ്യമാണ് ശക്തമായിരിക്കുന്നത്. ഫെസ്റ്റൂൺ ന്യൂസ്, ഏലപ്പാറ.